ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാത്തസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റുള്ളതും എന്നാൽ വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ കിഡിലൻ ഒരു സ്നാക്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 4 മീഡിയം സൈസുള്ള ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു പുളിരസത്തിന് വേണ്ടി അരമുറി തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്ത് വേവിച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് ചെറിയ പീസാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ദോശമാവൊക്കെ കലക്കിയെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. മാവ് അധികം ലൂസാവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് മാവ് വേണ്ടത്. ഇനി ഇത് ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കണം. ഇതിൻ്റെ മുകളിൽ ഒരു 1/4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ ടൈം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പം ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് സ്നാക്സ് റെഡിയാക്കാം. കുറച്ച് മൈദപ്പൊടി, കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ദോശയുടെ നടുക്ക് മസാല വെച്ച് കൊടുത്തതിന് ശേഷം മൈദയുടെ മിശ്രിതം ഇതുപോലെ 4 സൈഡിലും ആക്കിയതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഈ സൈഡിലും മൈദമാവ് തേച്ച് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. എല്ലാ വശവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഫ്താറിനും വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.